ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ മീഷോയിലോട്ടുള്ള നെക്സ്റ്റ് പ്രൊഡക്റ്റുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ടുള്ളത് ഒരു കോട്ടൺ മെറ്റീരിയലാണ്. വളരെ തിന്നായിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു ബ്യൂട്ടിഫുൾ കഫ്താനാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് എത്ര വേണം എന്നുള്ളതാണ് ഞാൻ മെഷർ ചെയ്ത് അതാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ബണ്ടിലായിട്ട് തുണി മേടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മീഷോയിലൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബണ്ടിലായി മേടിക്കുമ്പോൾ നമുക്ക് ഓർഡേഴ്സ് വരുമ്പോൾ നമുക്ക് അത് ഇപ്പോൾ ഇന്ന് ഓർഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ ആയിട്ട് അയക്കാനൊക്കെ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു 2 പീസൊക്കെ എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. XL, XXL അങ്ങനെ. എന്താ വെച്ചാൽ ലാർജ് XL, XXL എപ്പോഴും വരുന്നത് നമുക്ക് ഒരു 1/2 ഇഞ്ച് ആ ഒരു ഇതിലാണ് വരിക കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യാതെ അല്ലെങ്കിൽ ഓരോ പീസുകളും XLും XXL ഒക്കെ ഒരു 2 പീസ് എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് ഓർഡർ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇന്ന് ഓർഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ഡിസ്പാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടുക. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിലെങ്ങനെയാണ് നമ്മൾ മീഷോയിൽ സെയിൽ ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. എന്താ വെച്ചാൽ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിതാ ഇതുപോലെ 2ആയി മടക്കി വെച്ചിട്ട് നാലാക്കി മടക്കി വയ്ക്കണം കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതേപോലെ നമ്മൾ അതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് വീനക്കിലാണ് വരുന്നത് കഫ്താൻ. അപ്പോൾ ഫ്രണ്ടിലോട്ട് ഒരു 7 ഇഞ്ച് അത് നമ്മൾ മാർക്ക് ചെയ്യണം. ഒരു 6.5 ഇഞ്ച് എങ്കിലും മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ 2 സെപ്പറേറ്റ് ഇട്ട് നമുക്ക് കട്ട് ചെയ്യണം. ബാക്കിൽ ഞാനിത് ഇത്രയുള്ളൂ കൊടുത്തിട്ടുള്ളത്. ഒരു 1.5 ഇഞ്ചിലാണ് ഞാൻ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കഴുത്തിൻ്റെ ഇറക്കൊക്കെ ആവശ്യത്തിനനുസരിച്ച് എത്രയാണ് ഇഞ്ചൊക്കെ എടുക്കുക. അതായത് 4 പീസാക്കി ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൂടി നിൽക്കുന്ന ഭാഗമാണല്ലോ നമ്മൾ കഴുത്ത് വെട്ടുന്നത്. അപ്പോൾ അതുപോലെ സെപ്പറേറ്റ് ഇട്ടിട്ട് ഞാൻ കഴുത്ത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ വീതി ഞാൻ പറയാൻ വിട്ടുപോയി. ഇത്രയെന്നുള്ളത് ഒരു കഫ്താൻ വീട്ടിലുണ്ടെങ്കിൽ കഫ്താൻ എടുത്തിട്ട് ചെയ്യൂ. അല്ലെങ്കിൽ ഒരു 17 ഇഞ്ചിലാണ് നമ്മളതിൻ്റെ വീതി എടുക്കുന്നത് കേട്ടോ. 4ആക്കി മടക്കിയിട്ട് 17 ഇഞ്ചിൽ. പിന്നെ അതിൻ്റെ സൈഡ് നമുക്കപ്പോൾ കട്ട് ചെയ്തിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ കഴുത്തിനും എക്സ്ട്രാ പീസ് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് അതിൽ വെക്കുന്നത് നോക്കാം. പിന്നെ ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതാ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് അയൺ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്യാൻവാസ് കട്ട് ചെയ്ത് അയൺ ചെയ്ത് നമുക്കത് പിടിപ്പിക്കാം. പിന്നെ അതിൻ്റെ സൈഡൊന്ന് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ കഴുത്തുകളാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് ശേഷം ഇതിങ്ങനെ കണ്ടോ, നല്ല തുണിയുടെ നല്ല വശം ഈ ഒരു പീസിൻ്റെ ചീത്ത വശം വെച്ച് ഇതുപോലെ വീനക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ ബാക്ക് പീസും ഇതുപോലെ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ടാണ് കഴുത്ത് എങ്ങനെയാണ് പിടിപ്പിക്കുക എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ബാക്കിൽ ഇതുപോലെ വെക്കുക. പിന്നെ നമ്മൾ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യണം. ജോയിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഉള്ളിലോട്ട് പോകുന്ന തരത്തിൽ മുകൾ ഭാഗം അത് ഫുള്ളായി ജോയിൻ്റ് ചെയ്യണം. കാരണം അവിടെ നമുക്ക് കഫ്താനാവുമ്പോൾ ഷോൾഡർ ഫുള്ളായിട്ട് ആ ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളുടെ നെക്കിൻ്റെ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു ലേസ് വെക്കുന്നുണ്ട്, വൈറ്റ് കളർ ലേസ് കേട്ടോ. അതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. ഇത് കണ്ടില്ലേ, ഷോൾഡർ ഇതുപോലെ നമുക്കിങ്ങനെ ഉള്ളിലോട്ട് തന്നെ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചുരിദാർ മോഡലിലല്ല നമുക്ക് വരിക കഫ്താൻ കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, 2 സൈഡുമാണത്. അപ്പോൾ ഇതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 സൈഡിലും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. 2 സൈഡിലും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് പിന്നെ ഞാൻ ലേസും വെച്ചിട്ടുണ്ട് കേട്ടോ. വൈറ്റ് കളർ ലേസ് വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇട്ടാൽ മതി. എന്താ വെച്ചാൽ കഫ്താനൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സെയിൽ ചെയ്യാനും ഓർഡർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈസിയാണ്. അതൊക്കെ ഞാനിങ്ങനെ മീഷോയിൽ എത്ര ആളുകൾ എങ്ങനത്തെ സംഭവങ്ങൾ എടുക്കുന്നതെന്നൊക്കെ പോയി നോക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ GST ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. GST ഉപയോഗിച്ചിട്ട് നമ്മൾ മീഷോയിൽ സെയിൽ ചെയ്യുമ്പോൾ ഓൾ ഇന്ത്യ കാണും. നമ്മൾ അതല്ലാണ്ട് എൻറോൾമെൻറ്റ് ID എടുത്ത് ചെയ്യുന്ന സമയത്ത് ഓൾ കേരളയാണ് കാണാമെന്നാണ് ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടതിലും എല്ലാവരും അത് തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ ചെസ്റ്റിൽ നമുക്ക് ത്രെഡ് ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ആ വള്ളി വെക്കുന്ന സമയത്ത് നമ്മളുടെ ഷോൾഡറിൽ നിന്ന് എത്ര വേണമെന്നുള്ളത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യുക. ഞാനൊരു 15 ഇഞ്ചിൽ തന്നെയാണ് താഴോട്ട് വെച്ചിരിക്കുന്നത്. എനിക്ക് വയറിൻ്റെ ഭാഗത്ത് കഫ്താനിൻ്റെ ആ ഒരു വള്ളി വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചെസ്റ്റ് പോർഷനിലാണ്. അപ്പോൾ അതിന് ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട് സ്ട്രൈറ്റ് ആയിട്ട്. എന്നിട്ട് നമുക്കിത് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കിട്ടിയ ഒരു തുണിയാണ്. അല്ലെങ്കിൽ ഇതുപോലെ 2 ഇഞ്ചിലൊരു തുണി കട്ട് ചെയ്തെടുക്കുക കേട്ടോ.
അപ്പം ഞാൻ തുണികളൊന്നും വേസ്റ്റ് ചെയ്യാറില്ല. മാക്സിമം എനിക്ക് അത് കട്ട് ചെയ്ത് കിട്ടിയതാണ്. സൈഡിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് 4 മടക്കി വെക്കുമ്പോൾ 17 ഇഞ്ച് എടുത്തു കഴിഞ്ഞ് ബാക്കിയുണ്ടല്ലോ, അതാണ്. അല്ലെങ്കിൽ വല്ലാണ്ട് തൂങ്ങി നിൽക്കും. നമുക്ക് ഒരുപാട് വീതിയിൽ തുണിയെടുത്ത് കട്ട് ചെയ്ത് വെക്കുമ്പോൾ സൈഡിൽ നമ്മൾ കഫ്താൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വല്ലാണ്ട് തൂങ്ങി നിൽക്കും. അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ഇങ്ങനെ എടുത്തു. അപ്പോൾ ആ പീസ് കൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ വെക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പോൾ ആദ്യം നമ്മൾ ഡബിൾ എക്സലിൻ്റെ സൈസിലാണല്ലോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ മുകളിലോട്ട് പോയിട്ട് അവിടെ ലോക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു കൈയിൻ്റെ ഉള്ളിലോട്ട് കാണും. അപ്പോൾ അവിടെ നമുക്ക് ലോക്ക് ചെയ്യുക ചുരിദാറിൻ്റെ പോലെ കേട്ടോ. അപ്പോൾ അളവ് മെഷർമെൻറ്റ് കറക്റ്റ് നമ്മളതിനെ മെഷർ ചെയ്തിട്ട് പിന്നെ ഇതാ ഞാനിപ്പോൾ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. ഡബിൾ എക്സൽ പറയുമ്പോൾ ഡബിൾ എക്സലിനേക്കാളും ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ എക്സ്ട്രാ അവിടെ എടുക്കണം. അതായത് നമുക്ക് വള്ളി ഉണ്ടല്ലോ, അപ്പോൾ നമ്മളതിങ്ങനെ ചുരുക്കിയിടുമ്പോൾ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ ആ ബാൻഡ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. വള്ളി നമുക്ക് ഇടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ആദ്യം നല്ല പീസിൽ നമ്മളുടെ കഫ്താനിൽ നല്ല ചീത്ത വശം വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്ന് ഈ തലവര, എന്നിട്ട് പിന്നെ മറിച്ച് അതിനെ ഉള്ളിലോട്ട് മടക്കി തയ്ക്കുമ്പോൾ ഒരു ഹോള് പോലെ വരും. അപ്പോൾ നമുക്ക് അങ്ങനെ തയ്ച്ചു കൊടുക്കാം. അത് കണ്ടല്ലോ, അവിടെ മാർക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മളുടെ ലോക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ബാക്കി അങ്ങോട്ട് കഫ്താൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമല്ലോ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് കേട്ടോ, ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമ്മൾ അവിടെ ലോക്ക് ചെയ്യണം. പക്ഷേ ഇതിപ്പോൾ മുകളിൽ അടി കൊടുത്തതിന് ശേഷം ഇവിടെ ഈ സൈഡും നമ്മൾ മടക്കി ഉള്ളിലോട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ലോക്ക് ചെയ്യാം. കുറച്ച് എക്സ്ട്രാ അങ്ങോട്ട് തുണി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു ഹോള് പോലെ ആയില്ലേ. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് കേട്ടോ. അത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ തലവര തന്നെ സ്റ്റിച്ച് ചെയ്യുക. എപ്പോഴും സ്ട്രൈറ്റ് ലൈനിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മളുടെ നല്ല വശത്ത് നല്ല ഭംഗിയിൽ അത് സ്ട്രൈറ്റ് ലൈനിൽ തന്നെ വരണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. ഇത് അയൺ ചെയ്യുമ്പോൾ ഓക്കെ ആയിരിക്കും. ഇപ്പോൾ അതിൻ്റെ സെൻട്രൽ പോയിന്റ് നമ്മൾ കണക്കാക്കുക. അവിടെ നമ്മളൊരു ഇതിട്ട് കൊടുക്കും, ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. നമുക്ക് ത്രെഡ് ഇടണ്ടേ, അതിന് വേണ്ടി ഇതിൻ്റെ ഉൾവശം കണ്ടില്ല ഇങ്ങനെ വരും. നമ്മൾ ഒരു പിന്ന് കുത്തി നമ്മൾ ഇതിട്ട് കൊടുക്കും. ഇനി വള്ളി കണ്ടോ ഇതിലൂടെ ഇട്ട് കൊടുക്കും. അത് ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് കഫ്താൻ സ്റ്റിച്ച് ചെയ്യാനും. അപ്പോൾ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ സെയിൽ ചെയ്യാനും ഈസിയാണ്. ഒരുപാട് ഓർഡേഴ്സും വരും കേട്ടോ കഫ്താന്. കാരണം ഹിന്ദി അവരൊക്കെ മലയാളീസിനേക്കാളിലൊക്കെ കഫ്താൻ യൂസ് ചെയ്യണത് ഞാൻ പോയി നോക്കിയിട്ടുണ്ട്. എപ്പോഴും മീഷോയിൽ ഏത് പ്രൊഡക്റ്റാണ് നല്ല മൂവിങ് ഉള്ളത്, അത് പ്രൈസ് കാര്യങ്ങളൊക്കെ അത് ഞാനൊരു ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞു തരണ്ട് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എൻറോൾമെൻറ്റ് ഐ ഡി നമുക്ക് ഒരുപാട് ശ്രമിച്ചിട്ടും അത് ശരിയാവണമെന്നില്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പോയിട്ട്, കുറച്ച് അറിവില്ല ആളുകളുടെ അടുത്ത് പോയിട്ട് നമുക്കത് സെറ്റാക്കുക. അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാരണം ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇങ്ങനെ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾക്ക് വള്ളി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത് വള്ളിയൊക്കെ അടിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നമുക്കതിൻ്റെ അടിഭാഗത്തുള്ള ആ സംഭവം ചെയ്യാം. അതിനിങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ 2 എണ്ണം നമുക്കതുപോലെ എടുക്കാം. എന്നിട്ട് രണ്ടും ഒപ്പം വെച്ച് നമുക്ക് അതിൻ്റെ അടിവശം കറക്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ മീഷോയിൽ സെയിൽ ചെയ്യുമ്പോൾ ലാഭം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്, കുറേ ക്യാഷ് നമ്മളെ അടുത്ത് പോകുന്ന സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം നിങ്ങൾ എൻറോൾമെൻറ്റ് ഐ ഡി എടുക്കണം. GST ഉപയോഗിച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഓർഡേഴ്സൊക്കെ എന്തായാലും വരും. ഞാൻ തുടങ്ങിയിട്ട് 2-3 ദിവസം എനിക്ക് ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതുപോലെ പേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ആരും നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ ക്യാഷ് ആദ്യം പോയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് പറയണം. ഇതിപ്പോൾ ഞാൻ വള്ളി ഇതാ ഇങ്ങനെ പിന്നി കുത്തിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്തിട്ട് എൻറോൾമെൻറ്റ് ഐ ഡി എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുറേ വീഡിയോസ് കണ്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങളൊരറിയുന്ന ആളുടെ അടുത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പോയിട്ട് അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് നിങ്ങൾ എൻറോൾമെൻറ്റ് ഐ ഡി എടുക്കുക. അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം എൻ്റെ ക്ലാസ് കണ്ട് വിചാരിച്ചിട്ടും നിങ്ങൾക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ ഒരിക്കലും പറ്റില്ലെങ്കിൽ, എനിക്കും ഇതുപോലെ ഫസ്റ്റ് അങ്ങനെ ചെയ്തപ്പോൾ ശരിയായില്ല. ഒരുപാട് പ്രാവശ്യം സ്റ്റക്കായി നിന്നു. പിന്നെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഹസ്ബൻഡാണ് എനിക്ക് ഓക്കെ ആക്കി തന്നത്. അപ്പം നമുക്ക് ക്ലാസ്സുകൾ കണ്ടിട്ടും അത് ശരിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാൻ വള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പിന്നെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ കഫ്താൻ. വെരി ഈസിയാണ്, സെയിൽ ചെയ്യാനും ഈസിയാണ്. പിന്നെ എൻ്റെ കഴുത്തിന് ഞാൻ അതുപോലെ വൈറ്റ് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ എനിക്ക് ഇത് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു മീഷോന്ന്. അപ്പോൾ ഞാൻ ഡബിൾ XL സൈസിലാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഇതെല്ലാം അയൺ ചെയ്ത് വൃത്തിയാക്കി വെക്കും കേട്ടോ.
അപ്പോൾ എന്നിട്ട് ഞാൻ പാക്കിങ് ചെയ്യും. പാക്കിങ് കവറും എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിക്കുന്നുണ്ട്. അത് അല്ലാണ്ട് ഞാൻ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണേ. പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ആ എൻറോൾമെൻറ്റ് ID പറയുന്ന സംഭവം അറിയുന്നവരുടെ അടുത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അതിൽ എങ്ങനെയാണ് ലേബിൾ എടുക്കുക, പ്രിൻറ്റ് ചെയ്തെടുക്കുക, അത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാൻ ഒരു ലാബിൽ ഞാൻ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഓർഡർ വന്നാണ് മീഷോൻ്റെ കവറൊക്കെ ഓരോ സൈസ് ഉണ്ട്. അത് എവിടെ നിന്ന് വാങ്ങിക്കണം അതൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇത് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ കവർ കുറച്ച് വലുതായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ചെറിയ കവർ. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തില്ല. എപ്പോഴും ഓർഡർ വന്നു കഴിഞ്ഞാൽ കവർ വേണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ പ്രിൻറ്റ് വേണം കേട്ടോ. നമ്മൾ അയക്കുന്ന അഡ്രസ്സ് പ്രിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെ സ്കാൻ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ എൻ്റെ ഓർഡർ വന്നത്, ഞാൻ എങ്ങനെയാണ് പാക്ക് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇതാണ്ടോ, ഇത് നമ്മൾ സ്കാൻ ചെയ്യണം നമ്മൾ ആപ്പിൽ. അതുപോലെ ഈ കവറിൻ്റെ അവിടെ ഈ സംഭവം നമ്മൾ ഒരുമിച്ച് തന്നെ സ്കാൻ ചെയ്യുക. അതൊക്കെ വളരെ ഈസിയാണ്. നിങ്ങൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അതെല്ലാം ഞാൻ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു ഡ്രസ്സുമായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് മീഷോയിൽ എങ്ങനെ സെയിൽ ചെയ്യാമെന്നുള്ളതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.